അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട സൈത്തൂൻ ബീവി അയച്ചു തന്ന ആ ഒരു പിക്ചർ ഫോണിൽ കണ്ട് ഒരു നിമിഷം അതാ സൈഫ് അലി ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, എത്ര മനോഹരമായ കൈകളിലാണ് ഈ ഒരു ഡയമണ്ട് മോതിരം ഇട്ടിരിക്കുന്നത്. സത്യത്തിൽ തിരിച്ചറിയാൻ തന്നെ പ്രയാസമാകും വിധം രണ്ടുപേരുടെയും കൈകൾ ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രക്കും മനോഹാരിതം. ഒരുപക്ഷെ തൻ്റെ സൈത്തൂൻ ബീവിയോട് ചോദിച്ചാൽ ആരുടെ കൈയാണ്, ബീവിയുടെ കൈ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എന്നെ അവൾ ചീത്ത പറയും. എന്തൊക്കെ തന്നെയായാലും റബ്ബേ, ഇതിലൊന്നെനിക്ക് ഹലാലാണ്, ഒന്ന് ഹറാമുമാണ്. ബീവിക്ക് അറിയില്ലല്ലോ സത്യം. രണ്ടുപേരും എൻ്റെ ഭാര്യമാരാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ബീവി വിശ്വസിച്ചിരിക്കുന്നത്. പഠിച്ചോനെ, അത് എന്തെങ്കിലും തുറന്ന് പറയാഞ്ഞാലേ വലിയ വലിയ തെറ്റുകൾക്ക് അതൊരു കാരണമായി തീരും. ഒപ്പം തന്നെ അതാ മറ്റൊരു സെൽഫിയും തൻ്റെ ഫോണിലേക്ക് വരുന്നു. ശരിക്കും അറബി ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അത് രണ്ടുപേരുടെയും ഫേസ് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ. സൈത്തൂൻ ബീവി അവളെ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതെ, ഞങ്ങൾ തമ്മിൽ അത്രയൊന്നും വലിയ റിലേഷൻ ഇല്ല എന്നുള്ള കാര്യം സൈത്തൂൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കും എന്നെ കൂടുതലായിട്ട് അവളിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ അവൾക്കറിയില്ലല്ലോ. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? കാര്യങ്ങൾ തുറന്ന് പറയണോ? ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ അല്പം ടെൻഷനാകും. ഒരുപക്ഷെ ഫർസാനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തന്നെ ബീവി പറയും. തൽക്കാലം ആ പെൺകുട്ടി ജീവിച്ചോട്ടെ. ഗർഭിണിയായ ഒരു പെണ്ണല്ലേ, അവൾ അവളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഇവിടെ ഇടം കൊടുക്കണം. ബാക്കി എല്ലാം പടച്ചവൻ്റെ വിധി പോലെ ഇരിക്കും. നല്ല മനസ്സുള്ള അറബി അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ തൻ്റെ ഭാര്യയെ താൻ ചതിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് ഒരു വിഷമമുള്ളത്. ചിരിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലേക്ക് അതാ സൈത്തൂൻ ബീവി കടന്നു വരുന്നു. അവൾ വളരെയധികം സന്തോഷത്തിലാണ്. യാ സൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കടന്നു വരുന്നു. ആ സൈത്തൂൻ, ഇന്നെന്താ വലിയ ഹാപ്പിയാണല്ലോ. ഇന്ന് ഹാപ്പി ഇല്ലാതിരിക്കുമോ? നിങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നേ. അപ്പോൾ ഒരു ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കൊന്ന് ഈവനിങ്ങിൽ ഒന്ന് ട്രിപ്പ് പോയാലോ? എങ്ങോട്ടെങ്കിലും? ട്രിപ്പ് അതൊക്കെ പോകാൻ പെണ്ണേ. നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ എപ്പോഴും വരാൻ തയ്യാറാണല്ലോ. നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുമുള്ളൂ. നീ പറയാത്തതായിട്ട്, നിനക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് ഒന്നിനും ഞാൻ നിന്നിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാണ് എൻ്റെ സൈഫ് അലി, അതൊക്കെ ശരി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അങ്ങ് ചെയ്തിട്ടുള്ളൂ. സത്യമായിട്ടും ഞാൻ തെറ്റായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. തെറ്റായ രീതിയിലല്ലല്ലോ പെണ്ണേ, നിനക്ക് വേണ്ടിയിട്ട് കൂടിയല്ലേ. ആ ആയിക്കോട്ടെ. എനിക്ക് ഫർസാനയുടെ കാര്യത്തിൽ മാത്രമേ ഒരു ചെറിയ ടെൻഷനുള്ളൂ. എന്താ അല്ലേ, അവൾ പെട്ടെന്നൊന്ന് ഗർഭിണിയായി കണ്ടെങ്കിൽ വലിയൊരു ആശ്വാസമായിരുന്നു അത്. അതൊക്കെ ആകും പെണ്ണേ, പഠിച്ചവനല്ലേ വലുത്. നീ നോക്കിക്കോ, അടുത്ത മാസമാകുമ്പോഴേക്കും ആ ഒരു സന്തോഷ വാർത്ത നീ കേൾക്കും. സത്യം, സത്യമായിട്ടും യാ സേഫ്, നിങ്ങളൊരു മുത്താണ്. അത് കേട്ട് അദ്ദേഹം ചിരിക്കുന്നു. എന്നാൽ അവിടെ വേലക്കാരികളുടെ ഇടയിൽ ചെറിയ രീതിയിലുള്ള ഒരു കുശുമ്പ് അവിടെ നടക്കുന്നുണ്ട്. എന്നാലും നീ കേട്ടോ, അറിഞ്ഞോ നീയേ? അതിനിടയിൽ കൂടെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്താ? അപ്പോൾ നീ അറിഞ്ഞില്ലേ? നിക്കാഹ് കഴിച്ചിട്ടുണ്ട് അറബി അവളെ, ആ മലയാളി പെണ്ണിനെ. ബീവിയുടെ നിർബന്ധത്തിനാണെന്നാ കേട്ടത്. എന്താ ബീവിയുടെ കഥലേ? അങ്ങനെയൊക്കെ എവിടെ നിന്നെങ്കിലും വലിഞ്ഞു കയറി വന്ന പെണ്ണുങ്ങളൊക്കെ നിക്കാഹ് കഴിക്കാൻ ഇതെന്താ വെള്ളിരിക്ക പട്ടണോ? അവൾ മലയാളിയാണെങ്കിലും കണ്ടാലൊരു അറബി ലുക്കൊക്കെ ഉണ്ട്. ആ അത് പിന്നെ തൊലിവെളിപ്പുള്ള കുറച്ച് കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ തോന്നുമല്ലോ. അന്ന് സൈഫത ഉമ്മയുടെ അടുക്കിലേക്ക് പോകുന്നു. യാ ഉമ്മി, യാ സൈഫ് അലി, അസ്സലാമു അലൈക്കും. ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്താ ഉമ്മ ഇത്രയധികം? മോനെ, ഇന്ന് എൻ്റെ മകൻക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമാണല്ലോ. ഞാൻ വിചാരിച്ചു നീ എന്താ എൻ്റെ അടുക്കൽ വരാത്തതെന്ന്. ആഹാ, ഉമ്മാക്കത് അറിയാമല്ലേ? പിന്നെന്താ, ഉമ്മാക്കത് അറിയാതിരിക്കോടാ? എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയം ഉണ്ടെങ്കിലും ആ ഡേറ്റ് ഉമ്മക്ക് ഓർമ്മ ഉണ്ടാകും. ആ അതെ, 6 വർഷം തികയാണല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇതാ മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ.
എൻ്റെ മകൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസമാണ് മോനെ. ആ ഡേറ്റും ഞാൻ മറക്കാറില്ല. എൻ്റെ കുട്ടിനെ പ്രസവിച്ച ഡേറ്റും അതൊക്കെ ഉമ്മയുടെ മനസ്സിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഉമ്മ, എല്ലാ ഡേറ്റും ഉമ്മാക്ക് കാണാപ്പാടാണല്ലേ? അതേ മോനെ, എൻ്റെ മകൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ അതെനിക്ക് മറക്കാൻ കഴിയോ? പറയടാ. അറബി ഉമ്മയെ കെട്ടിപ്പിടിച്ചു, അവരുടെ നെറുകിൽ ചുംബിച്ചു. യാ ഉമ്മേ, അങ്ങയുടെ ഈ കൈകളുണ്ടെങ്കിലേ എനിക്ക് ഈ ദുനിയാവ് ഒരു പേടിയില്ല. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അങ്ങയുടെ ഈ ഒരു കൈകളുണ്ടല്ലോ ഉമ്മ. മോനെ, ഏതൊരു കുഞ്ഞിൻ്റെയും ഭാഗ്യമാണ് ഉമ്മ എന്നുള്ളത്. ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് വെച്ചാൽ എപ്പോഴും മക്കൾക്ക് സേഫ്റ്റി ഉള്ള കാലമാണ്. കാരണം അവരൊന്ന് ഇറങ്ങുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് ആ ഉമ്മയുടെ കരങ്ങൾ ഉയരും. പടച്ച റബ്ബിനോട് ദുആ ചെയ്യും, അല്ലാ എൻ്റെ കുട്ടിയെ നീ കാക്ക്. അത് മതി. പടച്ച റബ്ബ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ ഒരു പ്രാർത്ഥന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചത് ആർക്കാണോ ആ ഒരു മകന് വേണ്ടി, മകള് വേണ്ടി അള്ളാഹു മലക്കുകൾ ഇറക്കുന്ന. മോനെ, ഞാൻ ജീവിച്ചെടുക്കുന്നോളം കാലം എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അറബി ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. റബ്ബേ. പക്ഷേ അറബിയുടെ മനസ്സിലും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഫർസാന ഉമ്മ തൻ്റെ ഭാര്യയല്ല, അവൾ മറ്റാരുടെ ഭാര്യയാണ്. അവൾ മറ്റാരുടെയോ കുഞ്ഞിനെ ഗർഭം ചുമന്ന ഗർഭിണിയാണ് എന്ന് പറയട്ടെ എന്ന് കരുതിപ്പോയി. പിന്നീട് വിചാരിച്ചു, വേണ്ട, ഒരാളുടെ ഒഴബ് നമ്മൾ മറച്ചു വെച്ചാൽ പടച്ചറബ് നമ്മുടെ 1000 ഒഴബ് മറച്ചു വെക്കും. അവൾക്കൊരു പക്ഷേ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയിരിക്കാം. അത് ഞാൻ എല്ലാവരുടെയും ഇടയിൽ കൊട്ടിപ്പാടി നടന്നാൽ പടച്ചോ എന്നോട് പൊറുക്കില്ല. അതുകൊണ്ടല്ല, നിന്നെ ഓർത്തുകൊണ്ട് ഞാനത് ആരോടും പറയില്ല. സത്യമായിട്ടും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. മോനെ, എന്താടാ? ഒന്നുമില്ല. അല്ല മോനെ, ഇന്നിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ട് എങ്ങോട്ട് പോകുന്നില്ലേ? അല്ലെങ്കിൽ അനങ്ങിയ പോക്കാണല്ലോ. ഉമ്മ, നിങ്ങളില്ല മോനെ, എന്നെ കുറേ കൊണ്ടുപോയതില്ല നീയെ. ഇപ്പോൾ എനിക്ക് ഈ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ നടന്നോളാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ മോൻ എനിക്ക് ഗാർഡന് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അതുവഴിയൊക്കെ ഞാൻ പോയിക്കോളാം. വീട്ടിലിരുന്നാലും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മകൻ എനിക്ക് ചെയ്തു തന്നു. ഈ ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ എത്ര മനോഹരമായ കാഴ്ചകൾ കാണാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ എൻ്റെ മോൻ തന്നല്ലോ, അൽഹംദുലില്ലാ. ഉമ്മ, അത് പറ്റില്ല, ഇന്ന് നമുക്ക് പുറത്തു പോയേ തീരൂ. മകൻ്റെ ആ നിർബന്ധത്തിന് ആ ഉമ്മ വഴങ്ങിക്കൊടുത്തു. കാരണം എൻ്റെ കുട്ടിയുടെ വിശേഷപ്പെട്ടൊരു ദിവസമാണെന്ന്. സെയ്ത്തൂൻ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 6 വർഷം തികയുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു പോകുവാൻ വേണ്ടി ഉമ്മ സമ്മതിക്കുന്നു. അങ്ങനെ അതാ വൈകുന്നേരമായപ്പോൾ സെയ്ത്തൂൻ ബീവി അണിഞ്ഞൊരുങ്ങി നേരെ ഉമ്മയുടെ അടുക്കലേക്ക് പോയി. ഉമ്മയെയും പർദ്ദ അണിയിച്ചു മാറ്റിയിരുത്തി നേരെ ആ വീൽ ചെയർ തള്ളിക്കൊണ്ട് അതാ വാഹനത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അർബാവും സെയ്ത്തൂൻ ബീവിയും ഉമ്മയെ താങ്ങിപ്പിടിച്ച് ആ ഒരു വാഹനത്തിലേക്ക് ഇരുത്തി വീൽ ചെയർ മടക്കി ഡിക്കിയിലിട്ടു. സാധാരണയായി വണ്ടിയിൽ കൊണ്ടു നടക്കാനുള്ള ഒരു സീറ്റുമുണ്ട്. ഉമ്മാക്ക് എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു മടക്കുന്ന രീതിയിലുള്ള ഒരു ചെയറും അതിൽ എപ്പോഴും ഉണ്ടാകും. അതും ഉണ്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും നടക്കുകയാണെങ്കിൽ അതിലെത്തി കൊണ്ടുപോവുകയും ചെയ്യാം. സെയ്ത്തൂൻ ബീവി പറഞ്ഞു. ഫർസാനെ എത്രയായിട്ടും കാണുന്നില്ല. സെയ്ത്തൂൻ ബീവി, എവിടെ? ഫർസാനെ കാണുന്നില്ലല്ലോ. ഫർസാന. നേരെ ഫർസാനയുടെ അടുക്കിലേക്ക് അതാ സെയ്ത്തൂൻ പോവുകയാണ്. യാ ഫർസാൻ, ഫർസാൻ. അല്ല, എന്തിത്? ഡ്രസ്സൊന്നും ഇതുവരെ അണിഞ്ഞില്ലേ? അത് ബീവി, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? എൻ്റെ ഫർസാൻ, ഉമ്മ വരെ വരുന്നുണ്ട്. ദയവായി പെട്ടെന്നൊന്ന് മാറ്റിക്കേ. എന്താണിത്? ഓരോ ദിവസവും നീ പിന്നോട്ടാണല്ലോ വരുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള യാത്രയിൽ, ഞങ്ങളുടെ ആ ഒരു സംഭാഷണത്തിൽ അതൊന്നും നീ വരുന്നേയില്ല. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കേട്ടോ. എന്തെല്ലാം കരുതിയിട്ടാണ് നിന്നെ പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ ഇങ്ങനെ? ഫർസാൻ, ഇനിയെങ്കിലും നീ ഒന്ന് സ്മാർട്ടായി എൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. പലയിടത്തും നീ വളരെയധികം പിന്നോട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. എനിക്ക് ഇത് ശരിയല്ല കേട്ടോ. ബീവി കരയണ്ട. ഞാൻ ഫർസാന അതാ പർദ്ദ അണിയുന്നു, ഹിജാബ് അണിയുന്നു.
ഉമ്മ ചോദിക്കുന്നുണ്ട്, ഫർസാൻ ഇതുവരെ ഒരുങ്ങിയില്ലേ? അങ്ങനെ അതാ ജെയ്ത്തൂനും ഫർസാനയും കൂടി കൈപിടിച്ചുകൊണ്ട് വരുന്നു. അറബി കാറിൽ കയറിയിരിക്കുന്നുണ്ട്. തൻ്റെ രണ്ടു ഭാര്യമാർ ഒരുമിച്ച് കടന്നു വരുന്ന ഒരു ഫീലാണ് അറബിക്ക് അനുഭവപ്പെട്ടത്. മാഷാ അല്ലാ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ പെട്ടെന്ന് അതാ ഡോർ തുറന്നുകൊണ്ട് ജെയ്ത്തൂൻ ബീവി ഉമ്മയുടെ അരികിലേക്ക് ഇരിക്കുന്നു. ബീവി ബീവി ഫ്രണ്ടിൽ കയറിക്കോളൂ, ഉമ്മയെ ഞാൻ പിടിച്ചോളാം, ഞാനിവിടെ ഇരുന്നോളാം. ഫർസാനയുടെ അപേക്ഷ. ഹേയ് നോ, എന്നും ഞങ്ങളാണ് ഫ്രണ്ടിലിരിക്കാറുള്ളത്. അല്ല, ഇന്ന് ബീവിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പോൾ നോ പ്രോബ്ലം. മോളെ ഫർസാന, നീ ഫ്രണ്ടിൽ കയറി. അത് കേട്ട് ഉമ്മയും പറഞ്ഞു, മോളെ ഫർസാൻ, മോള് അവൻ്റെ കൂടെ പോയിരിക്കും മോളെ. എന്താ ഇത്, നിക്കാഹ് കഴിഞ്ഞിട്ടൊരു ഉഷാറില്ലാതെ? അവളാകെ വിഷമിച്ചു. പഠിച്ച റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരുന്നാൽ അത് അല്ല, ഞാൻ ഉമ്മയുടെ അടുക്കൽ ഇരുന്നോളാം. ഫർസാന മറ്റു ഭാഗത്തുള്ള ഡോർ തുറന്നുകൊണ്ട് ഉമ്മയുടെ അടുക്കലേക്ക് അതായിരിക്കുന്നു. പെട്ടെന്ന് അറബി വിളിച്ചു, ജെയ്ത്തൂൻ. ആ ഒരു ശബ്ദത്തിൽ അല്പം ഗാംഭീര്യമുള്ളതായിട്ട് ജെയ്ത്തൂൻ ബീവിക്ക് തോന്നി. എന്താ എന്താ അർബാ? ജെയ്ത്തൂൻ ഇവിടെ വന്നിരിക്കുക. അത് കേട്ടപ്പോൾ ബീവിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മാക്കിരിക്കാൻ പറ്റായിട്ടാണ് ഫ്രണ്ടിൽ. ഉമ്മ ഇരുത്തുന്നതും ശരിയല്ല. അതിനു വേണ്ടിയുള്ള ബെൽറ്റും കാര്യങ്ങളെല്ലാം ബാക്കിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഉമ്മാക്ക് ഒന്ന് സ്വസ്ഥമായി ഇരിക്കാനൊക്കെ അതാണ് നല്ലത്. അദ്ദേഹത്തിൻ്റെ ആജ്ഞ കേട്ട് ജെയ്ത്തൂൻ ബീവി അതിൽ നിന്നിറങ്ങി നേരെ അതാ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലുള്ള സീറ്റിൽ പോയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞതായിട്ട് ഫർസാന കണ്ടു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, പഠിച്ചോനെ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ബീവി. അവരെ സന്തോഷിപ്പിക്കാനെന്ന വണ്ണം അതാ ഫർസാന പറയുന്നു, ബീവി, അത് ഇന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പോൾ നിങ്ങളല്ലേ ഒരുമിച്ചിരുന്ന് പോവേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ. ഹോ എൻ്റെ ഫർസാന, ഇത്രയധികം എന്തിനാ നീ എന്നെ വിഷമിപ്പിക്കുന്നത്? വിഷമിപ്പിക്കേ, സന്തോഷിപ്പിക്കല്ലേ ഞാൻ ചെയ്തത്. എനിക്ക് നീ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് സന്തോഷം. നിറമിഴികളോടെയാണ് അവൻ അത് പറഞ്ഞത്. ഫർസാനയെ തൊട്ടു തലോടിക്കൊണ്ട് അറബിയുടെ ഉമ്മ, യാ ഫർസാൻ, കുട്ടിയുടെ മനസ്സ് മാഷാ അല്ലാ, നല്ല മനസ്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുക. മോൾക്ക് അതിനുള്ള കഴിവ് പടച്ചിറപ്പ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. വിശാലമായ ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്കായിരുന്നു അവർ പോയിരുന്നത്. അങ്ങനെയാകുമ്പോൾ ഉമ്മയെ വീൽ ചെയറിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ട് അവിടെയൊക്കെ കറങ്ങി കാണുകയും ചെയ്യാം, പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. നല്ലൊരു എൻജോയ്മെൻ്റാണ് അവിടെ. പച്ചപ്പ് നിറഞ്ഞ ആ ഒരു സ്ഥലം വളരെയധികം മനോഹരമായിരുന്നു. അറബി ഫാമിലി ടൂർ വന്നിരിക്കുന്നു. പല മലയാളീസും അത് നോക്കിക്കാണുന്നുണ്ട്. കണ്ടില്ലേ, ആ അറബിക്ക് 2 ഭാര്യമാരെന്ന് തോന്നുന്നു. കണ്ടില്ല, 2 പേര് ഒരുപോലെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് വന്നിരിക്കുന്നു. മറ്റത് ഉമ്മയായിരിക്കും. എത്ര സ്നേഹമുള്ള അറബിലേ. അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ നടക്കണൊക്കെ ആൾക്കാരൊക്കെ ആര് ടൂർ കൊണ്ടുപോകണ്? വല്ലപ്പോഴൊക്കെ കൊണ്ടുപോകുന്നല്ലാതെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന പാവപ്പെട്ട വയസ്സായ രോഗികൾ, ഉമ്മമാർ, അവർക്കൊക്കെ എത്ര ആഗ്രഹമുണ്ടാവും പുറം ലോകമൊന്ന് കാണാൻ, പുറത്തെ കാഴ്ചകൾ കാണാനും യാത്ര പോകാനൊക്കെ. ഇതുപോലുള്ള മക്കളുണ്ടാകുമ്പോൾ മാഷാ അല്ലാ, ആ ഉമ്മക്കും ഉപ്പക്കും വളരെയധികം സൗഭാഗ്യം തന്നെയാണ്. ആ പ്രായമായ ഉമ്മ കണ്ടില്ലേ, ഉമ്മയെ അറബിയാണ് കെയർ ചെയ്യുന്നത്. എന്നാൽ പലരും അതും പറയുന്നുണ്ട്, അറബിയും 2 ഭാര്യമാരും എത്ര സ്നേഹത്തിലാണല്ലേ അവർ കഴിയുന്നത്. ആ 2 ഭാര്യമാർ തമ്മിൽ പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, ഓരോ തമാശകൾ പറയുന്നുണ്ട്. എത്ര ഹാപ്പിനെസ്സാണ്. സാധാരണത്തെ രീതിയിൽ 2 ഭാര്യമാരൊക്കെ ആകുമ്പോൾ ആർക്കും വല്ലാതെ ഇഷ്ടമുണ്ടാവില്ല, പരസ്പരം അങ്ങോട്ടും മിണ്ടില്ല, അങ്ങനെയായിരിക്കും. പക്ഷേ ഇത് കണ്ടില്ലേ, അറബിയും ഭാര്യമാരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് പലരും അത്ഭുതപ്പെടുകയാണ്. പലർക്കും അസൂയ തോന്നുകയാണ്. ഇങ്ങനെ എത്ര സ്നേഹത്തോടെയുള്ള ഭാര്യമാരൊന്നും ഉണ്ടാവില്ല. എത്ര സ്നേഹത്തിലാണ് അവർ. ശരിക്കും ജ്യേഷ്ഠത്തെയും അനിയത്തിയും പോലെ തന്നെയുണ്ട് അല്ലേ? എല്ലാം വെച്ച് നോക്കുമ്പോൾ അവരുടെ കൈകളിലേക്കും അവരെല്ലാവരും ശ്രദ്ധിക്കുന്നു. 2 പേർക്കും ഒരുപോലുള്ള ഡയമണ്ട് മോതിരവും എല്ലാം സെയിം ടു സെയിം. എന്നാൽ ആ നിമിഷവും ഫർസാന ആലോചിക്കുന്നു, റബ്ബേ പഠിച്ചോനെ,
ഞാൻ ഗർഭിണിയാകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബീവി. ഇനിയിപ്പോൾ അതറിയുമ്പോൾ ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ 3-3.5 മാസം ഗർഭിണിയായ ഒരു പെണ്ണാണ് ഞാനെന്നറിയുമ്പോൾ അല്ലാ, എന്തായിരിക്കും ബീവിയുടെ പ്രതികരണം? ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഫർസാനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ബീവിയാണെങ്കിൽ ഫർസാനയുടെ മെൻസസ് ഡേറ്റ് നോക്കി നടക്കുകയാണ്. ഈ മാസം അന്ന് ഞാൻ പറഞ്ഞ കണക്കിനുള്ള ഡേറ്റ് ആകാൻ വെറും 2-3 ദിവസമേ ബാക്കിയുള്ളൂ. ആ കണക്ക് നോക്കിക്കൊണ്ടാണ് ജെയ്ത്തൂൻ ബീവി കാത്തിരിക്കുന്നത്. റബ്ബേ, ഇനി ഒരിക്കലും ഉണ്ടാകാഞ്ഞാൽ മതിയായിരുന്നു മെൻസസ് ഒന്നും. ഇനി റബ്ബേ പെട്ടെന്ന് ഗർഭിണിയായാൽ എത്ര നന്നായിരുന്നു. പടശവനോട് ആ നിമിഷവും പ്രാർത്ഥിച്ചു. റബ്ബേ അല്ലാ, പെട്ടെന്ന് തന്നെ അവളെ നീ ഗർഭിണിയാക്കല്ല. എനിക്ക് പെട്ടെന്നൊരു കുഞ്ഞിനെ നീ തരണം ഇൻഷാ അല്ലാ. എന്നോട് അറബി പറഞ്ഞിരുന്നല്ലോ, അടുത്ത വർഷം ആകുമ്പോഴേക്കും നമ്മുടെ കൈകളിൽ ഒരു കുഞ്ഞുണ്ടാവുമെന്ന്. അല്ലാ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ റഹ്മാനെ നീ സ്വീകരിക്കേ. എന്നാൽ ഈ സമയം നാട്ടിൽ രാജേഷ് അവൻ്റെ അമ്മയോട് കയർക്കുകയാണ്. തള്ളേ, നിങ്ങളിവിടെയുള്ള പെണ്ണിനെ എവിടേക്കാണ് നിങ്ങൾ തള്ളി പറഞ്ഞ് വിട്ടത്? എനിക്കറിയണം അവളെ. എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ നടക്കുന്നത്. ആര് പറഞ്ഞു? നീയല്ലേ അന്ന് ഗുളിക കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്? അത് നിങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളത് അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടാവും അല്ലേ? ആര് പറഞ്ഞു? അങ്ങനെയൊന്നും അവൾക്കില്ല. ആ കുട്ടി എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിച്ചോട്ടെ, അതിനെന്താ? അവളെ വീട്ടിൽ പോയിട്ട് ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവരും, നോക്കിക്കോളി. അവളെ വീട്ടിൽ പോയിട്ട്. ആ പിന്നെ അവളെങ്ങനെ ഒന്ന് പോച്ചക്ക അവിടുന്ന്. ആ പെണ്ണിനൊക്കെ വേറെ കെട്ടിച്ചു പോയി. ഓ, ഒരുത്തൻ്റെ ഭാര്യയെ മറ്റൊരുത്തിന് വേണ്ടി കെട്ടിക്കുക. അയ്യേ, അങ്ങനെ കണക്കും കയ്യൊന്നുമില്ലാതെ ഞാനങ്ങ് വിടില്ല. എനിക്ക് ഒരുപാട് കണക്കും കാര്യങ്ങളും നോക്കാണ്ട്. അതായത് എൻ്റെ ബോസിന് വേണ്ടി അവളെ ഞാൻ വിളിച്ചിട്ട് അവളെനിക്ക് വരാത്തതിൽ ഭയങ്കര ദേഷ്യമുണ്ട്. എന്നെ വെറുതെ മാനം കെടുത്തി. എത്ര ലക്ഷങ്ങളെ അയാൾ വാഗ്ദാനം നൽകിയിരുന്നു എനിക്ക് അവളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അവൾ വഴുതിപ്പോയി. നിങ്ങളാണ് നിനക്ക് കാരണക്കാരി. ഈ വീട്ടിൽ നിന്ന് ഞാനില്ലാത്ത സമയം നോക്കി നിങ്ങൾ അവളെ ഇറക്കി വിട്ടു അല്ലേ? പറ, അങ്ങനെയല്ലേ? എന്നാൽ പെങ്ങൾ ദേഷ്യം കൊണ്ട് പറയുകയാണ്, രാജേഷ്, നിന്റെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് അങ്ങനെ തന്നെയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. എവിടെയെങ്കിലും പോയിട്ട്. നീ ഒന്ന് പോടി. നിന്റെ ഭർത്താവ് വെറുതെ അല്ല നേരത്തെ അങ്ങ് ദൈവം അങ്ങ് കൊണ്ടുപോയത്. നിന്റെ ഈ സ്വഭാവം, നിന്റെ നാവ് കുറച്ച് അമർത്തണം. ഒന്ന് പോടാ ചെക്ക. എൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണെങ്കിൽ. ഓ, ഇതെൻ്റെ വീട്, എൻ്റെ കിടപ്പാടം. ഇറങ്ങി പോകുന്നുണ്ട് തളയും മക്കളും കൂടെ ഇവിടുന്ന്. അവൻ ദേഷ്യത്തോടെ, മോളെ ഒന്നും മിണ്ടണ്ട, അവൻ്റെ വയറ്റിൽ കള്ളായിരിക്കും, ഓ കള്ള് കുടിച്ച് വിലയിക്കും, ഒന്നും മിണ്ടണ്ട. മകളോട് അമ്മ ആംഗ്യം കാട്ടുന്നു. സത്യം പറഞ്ഞ രാജേഷിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഫർസാന നിൽക്കുകയാണെങ്കിൽ അവളാകെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ആ തള്ളയുടെ, അവൻ്റെ പെറ്റമ്മയുടെ ആ ഒരു കാരുണ്യം കൊണ്ട് അവളെ പറഞ്ഞയച്ചു. മോളെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അതുകൊണ്ട് ഇന്നവൾ അതാ അറബിയുടെ വീട്ടിലെത്തി. ഇപ്പോൾ അറബിയുടെ ഭാര്യസ്ഥാനത്താണ് അവൾ നിലനിൽക്കുന്നത്. ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യവും സന്തോഷവും നല്ല ഭക്ഷണവും വസ്ത്രവും അവൾക്ക് അവിടെ കിട്ടുന്നു. നല്ലൊരു രാജകുമാരിയെ പോലെ അവൾ ഇന്ന് ജീവിക്കുന്നു. ഫർസാനയുടെ വീട്ടുകാർ ഇത് ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞു. മകൾ നല്ല സുഖവാസത്തിലാണ് എന്നുള്ള കാര്യം. പക്ഷേ അവർക്കും ഞങ്ങളെ പൊന്നുമകളെ കാണുവാൻ ഒരാഗ്രഹമുണ്ട്. തിരിച്ചൊന്ന് വന്നിരുന്നെങ്കിൽ, അവളെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ അവർ ഓർക്കുകയാണ്. എന്നാൽ മനസ്സിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒളിപ്പിച്ചുകൊണ്ട് അവിടെ ഒരാളും ജീവിക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, ഷെഫി ഉസ്താദ്. ഷെഫി ഉസ്താദ് അവളെ വളരെയധികം സ്നേഹിച്ചതായിരുന്നു. പക്ഷേ അവനെ ഉപേക്ഷിച്ച് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. ആ ദിവസം ഷെഫി ഉസ്താദിന് ഉറക്കം കിട്ടിയിരുന്നില്ല. റബ്ബേ, എന്തിനാണ് എന്നോട് ഈ ഒരു ചതി അവൾ ചെയ്തത്? അവളെ ജീവിതത്തിലും സ്നേഹിച്ചിരുന്നു ഞാൻ. എല്ലാം ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടൊരു ചെക്കൻ്റെ കൂടെ അവൾ ഒളിച്ചോടി. ഇപ്പോൾ അവൾ ഒരുപാട് ദുരിതത്തിലായിരിക്കും. പക്ഷേ ഇപ്പോൾ കിട്ടിയ ആ ഒരു വാർത്ത, അവളുടെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവൾ റാഹത്തോടു കൂടി ജീവിക്കുന്നു എന്ന് വേണം കരുതാൻ. അൽഹംദുലില്ലാ, എന്നെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും വിവാഹം കഴിക്കാൻ എന്നെ ഇഷ്ടമില്ലെങ്കിലും അവൾ ജീവിച്ചോട്ടെ. പക്ഷേ ആ രാജേഷിൻ്റെ കൂടെ ജീവിക്കരുത്. അതാണ് എൻ്റെ ആഗ്രഹം. അവൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ കൂട്ടാളികളെല്ലാം അവളെ ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. പടച്ച റബ്ബേ, നീ ഫർസാനയെ കാത്തുരക്ഷിക്ക്, സുരക്ഷിതമായൊരിടം അവൾക്ക് നീ നൽക്. ഷെഫി ഉസ്താദിൻ്റെ പ്രാർത്ഥനയും അതുമാത്രമായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനക്കൊക്കെ ഉത്തരമായിക്കൊണ്ട് ഇതാ ഇന്നവൾ അറബിയുടെ വീട്ടിൽ സുഖവാസത്തിലാണ്. പക്ഷേ രാജേഷിൻ്റെ കുഞ്ഞ്, അതാണിപ്പോൾ വിഷയം. അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇതൊരു പക്ഷേ അറിഞ്ഞു കഴിയുമ്പോൾ ഇത്രയധികം മാസം ഒരുപക്ഷെ അറബിയെ തെറ്റിദ്ധരിക്കാനും കാരണമുണ്ട്. എന്നാലും റബ്ബേ, അറബിയോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മനസ്സിന് അല്പം ഒരു ആശ്വാസം. എന്നാലും ബീവിയും അറബി ഉമ്മയൊക്കെ ഇത് അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യത്തിലും അവൾ ടെൻഷനാണ്. ഫർസാന, എന്താ ആലോചിക്കുന്നത്? ജെയ്ത്തൂൻ ബീവി അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അതൊന്നുമില്ല, നാട്ടിലേക്ക് ആലോചിച്ചതാണോ? ഫോട്ടോ ഒക്കെ എടുത്ത് വിട്ടുകൊടുക്കുന്നത്. എനിക്ക് ആ ഫോൺ തന്നില്ല, എടുത്തില്ലേ? അതൊക്കെ തന്നു. വാ, ഞാനെടുത്ത് തരാം സെൽഫി. പിന്നെ അറബി കൂടെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അറബിയും ഞാനും നീയും എന്താ, പറ്റില്ലേ? കൂടെ ഉമ്മയും. ഒരുപാട് ഫോട്ടോസ് ജെയ്ത്തൂൻ ബീവി അവളുടെ എടുത്തു കൊടുക്കുന്നു. അതെ, ഇനി വന്നേ, അറബിയെ നിന്നെ കൂടെ നിൽക്കട്ടെ. അർബാവ്, ദാ ഇവിടെ നിന്നേ. ഫർസാനയുടെ തോളിൽ കൈയിട്ട് നിന്നേ. അത് കേട്ടപ്പോൾ അറബിക്ക് ടെൻഷനായി. അതൊന്നും വേണ്ട. അല്ല, ജസ്റ്റ് ഒന്ന് പ്ലീസ്. അത് വേണ്ട പെണ്ണേ, എന്തിനാണ്? അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്താലേ പല രീതിയിൽ കെട്ടിച്ചമച്ചവരൊന്നുണ്ടാക്കും. അറബി അതിന് തയ്യാറായില്ല. ഫർസാനക്കും ഭയമായിരുന്നു. ദേ, ഫോട്ടോസ് അല്പം എടുത്തിട്ടുണ്ട്. അറബിക്ക് ചെറിയൊരു നാണെപ്പോഴും മാറിയിട്ടില്ല. മാറിയിട്ടാക്കാം അല്ലേ? അങ്ങനെ ഏതാ ഫോട്ടോസ് അവരുടെ ഉമ്മയുടെ ഫോണിലേക്കും ഉപ്പയുടെ ഫോണിലേക്കും സെൻഡ് ചെയ്യുന്നു. കൂടെ ഒന്ന് ഷെഫി ഉസ്താദിൻ്റെ ഫോണിലേക്കും. വളരെയധികം മനോഹരമായ രീതിയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫർസാന എന്ന ജസീനയെ അവർ കാണുന്നു. മാഷാ അല്ലാ, ആ ഉമ്മയും ഉപ്പയും പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അന്ന് രാത്രി തൻ്റെ ഫോൺ ഓൺ ചെയ്തപ്പോൾ കണ്ടത് മനോഹരമായ ഒരു ഹിജാബി പെണ്ണിൻ്റെ ചിത്രമായിരുന്നു. ഒരു നിമിഷം അത് അല്ലാ, ജസീന, ഫർസാന, അവളുടെ ഇത് മാഷാ അല്ലാ, ഇത്രയധികം സേഫ്റ്റിയിലാണോ ഇപ്പോൾ അവൾ നടക്കുന്നത്? പഠിച്ചോനെ, അറബി ഫാമിലി ഉണ്ടല്ലോ. അവളുടെ ഒരു ഭാഗ്യം. എങ്ങനെ ഇവളിവിടെ എത്തിപ്പെട്ടു? ഒരു അറബി പെണ്ണിൻ്റെ കൂടെ അവൾ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. ഇതെങ്ങനെ? റഹ്മാനെ, എനിക്ക് അവളെ കാണാൻ കൊതി തോന്നാണ്, ഷെഫി ഉസ്താദ് വിചാരിച്ചു. അവൻ പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു. അതെ, തനിക്ക് സ്നേഹം നൽകിയവളായിരുന്നു അവൾ. ഒരുപാട്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷെഫി ഉസ്താദിന് ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഫർസാന എന്ന ജസീന തന്നെയാണ്. തന്നെ ചതിച്ച് എത്രയൊക്കെ തന്നെ ഒഴിവാക്കി പോയിട്ടും അവൻ്റെ ആദ്യ പ്രണയം അവളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അത് മനസ്സിൽ ഒരു വേദനയോടെ അവൻ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.